Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. മഴക്കെടുതിയിൽ വലഞ്ഞ് ജനങ്ങൾ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. മഴക്കെടുതിയിൽ വലഞ്ഞ് ജനങ്ങൾ. പാലക്കോട് വീട്ടിലേക്ക് സമീപത്തെ കുന്നിടിഞ്ഞ് വീണ് വീടിന്റെ ഉൾഭാഗത്ത് കല്ലും മണ്ണും ചെളിവെള്ളവും നിറഞ്ഞ് വീട് ഉപയോഗശൂന്യമായി മാറി. BS ഇബ്രാഹിമിന്റെ വീടാണ് കുന്നിടിഞ്ഞ് വീണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. ശക്തമായ മഴയിൽ വെള്ളം നിറഞ്ഞ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അടിപ്പാത. വെള്ളിയാഴ്ച രാവിലെ മുതൽ നിരവധി വാഹനങ്ങളാണ് വെള്ളക്കെട്ടിൽ തകരാറിലായത്. കനത്ത മഴയിൽ പിലിക്കോട് സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ കെട്ടിട നിർമ്മാണ സ്ഥലത്തേക്ക് ചരൽമണ്ണിടിഞ്ഞു താഴ്ന്നു. യാത്രാ ദുരിതത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കോറോം നിവാസികൾ. ആവശ്യത്തിന് ബസ് റൂട്ട് നൽകിക്കൊണ്ടും ഓട്ടോ ഷെയർ സിസ്റ്റം നടത്തിക്കൊണ്ടും യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് 2 കോടി രൂപ അനുവദിച്ചതായി M. വിജിൻ MLA അറിയിച്ചു. ടൗണിന്റെ സമഗ്ര വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായാണ് തുക അനുവദിച്ചത്. വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര അനുമതി തേടാൻ മുന്നോട്ട് വന്ന കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പിലാത്രയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വാർത്തകൾ വിശദമായി. പാലക്കോട് വീട്ടിലേക്ക് സമീപത്തെ കുന്നിടിഞ്ഞു വീണു. വീടിന്റെ ഉൾഭാഗത്തേക്ക് കല്ലും മണ്ണും വീണ് വീട് ഉപയോഗശൂന്യമായി. BS ഇബ്രാഹിമിന്റെ വീടാണ് കുന്നിടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. പാലക്കോട് BS ഇബ്രാഹിമിന്റെ വീട്ടിലേക്ക് സമീപത്തെ കുന്നിടിഞ്ഞു വീണ വീട് അപകടാവസ്ഥയിലായി. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് കുന്നിടിഞ്ഞു വീണത്. മണ്ണും ചെളിവെള്ളവും വീണ് വീടിനുൾഭാഗം ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. വില്ലേജ് റവന്യൂ അധികൃതരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പോയി ശക്തമായ മഴയിൽ വെള്ളം നിറഞ്ഞ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അടിപ്പാത. വെള്ളിയാഴ്ച രാവിലെ മുതൽ നിരവധി വാഹനങ്ങളാണ് വെള്ളക്കെട്ടിൽ തകരാറിലായത്. വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണാതെ അധികൃതർ.
ശക്തമായ മഴയിൽ വെള്ളം നിറഞ്ഞ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അടിപ്പാത. വെള്ളിയാഴ്ച രാവിലെ മുതൽ നിരവധി വാഹനങ്ങളാണ് വെള്ളക്കെട്ടിൽ തകരാറിലായത്. വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം ഇതുവരെയും അധികൃതർ കണ്ടിട്ടില്ല. പുതിയങ്ങാടി മാട്ടൂൽ തീരദേശ മേഖലയിലെ യാത്രക്കാർ വർഷങ്ങളായി ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഓട്ടോറിക്ഷകളും ഇരുചക്രവാഹന യാത്രക്കാരുമാണ് ഏറെ ദുരിതം അനുഭവിച്ചത്. ഇത് ഏറെ നേരത്തെ ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷനുള്ളതുകൊണ്ട് കൂടുതൽ വണ്ടി മലയാത്ര ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം കൂടുതൽ വണ്ടി ഇതുവഴിയാ വരിക. ഈ മഴക്കാലം ഇങ്ങനെ ഇത്രയും ദുരിതം അനുഭവിക്കുകയാണ്. കാരണം വണ്ടി അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. വണ്ടി ഓഫായിട്ട് പിന്നെ അവിടെ കിടക്കും, ട്രെയിനിന്റെ സമയം ഇതാവും. അങ്ങനെ ഒരുപാട് ആൾ ഇവിടെ ദുരിതം അനുഭവിക്കാന്ന്. ഈ വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കാന്ന്. ഒരുപാട് വർഷങ്ങളായി ഇത് ഇങ്ങനെ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും വന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നതല്ലാണ്ട് ഇതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇനി ഷർട്ടി മാത്രമുണ്ട്. കനത്ത മഴയിൽ പിലിക്കോട് സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന SSK ഫണ്ട് ഉപയോഗിച്ചുള്ള പുതിയ കെട്ടിട നിർമ്മാണ സ്ഥലത്തേക്ക് ചരൽ മണ്ണിടിഞ്ഞു താഴ്ന്നു. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സംഭവം. സർവശിക്ഷ കേരളത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ വഴി പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി 1/4 കോടി രൂപ ചിലവിൽ 2 ക്ലാസ് മുറികൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഭാഗമായി അടിത്തറ ബെൽറ്റിട്ട സ്ഥലത്തേക്ക് വെള്ളിയാഴ്ച രാവിലെ ഉയരത്തിൽ നിന്ന് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. തൊഴിലാളികൾ എത്തും മുമ്പായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ദിവസങ്ങൾക്കകം പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതോടെ ഇതിനു മുകളിലുള്ള കെട്ടിടത്തിൽ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ ക്ലാസ് ആരംഭിക്കാനിരിക്കവെയാണ് മുകളിൽ നിന്ന് ചരൽ മണ്ണിടിഞ്ഞ് താഴ്ന്നത്. DRC കിട്ടുന്ന സ്ഥലമാണ്, ഈ ബിൽഡിംഗ് പുതുതായി കിട്ടുന്നതാണ്. ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന കെട്ടിടത്തിൻ്റെ കുന്ന് ഇടിച്ചിട്ടാണ് ഈ സ്ഥാപനം കെട്ടുന്നത്. വിദ്യാലയത്തിനെയും മറ്റ് ഇതിലെ പോകുന്ന വഴിയാത്രക്കാർക്കും വളരെയധികം ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിരിക്കുന്നത്. തൊഴിലാളികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പാക്കിയേ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തി നടത്താവൂ എന്ന് നാട്ടുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ശക്തമായ മഴയിൽ മാടായി ഗ്രാമപഞ്ചായത്തിലെ നീരൊഴുക്കും ചാലിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിരവധി വീടുകളിൽ വെള്ളം കയറി. ദുരിതം പേറി തീരദേശവാസികൾ. കഴിഞ്ഞ ദിവസമുണ്ടായിരുന്ന ശക്തമായ മഴയിൽ മാടായി, നീരൊഴുക്കുംചാൽ, പുതിയങ്ങാടി പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സമാനമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നിരവധി വീടുകളിലും കടകളിലും വെള്ളം നിറഞ്ഞു. അഹമ്മദ് കുട്ടി, ശേഖരൻ, ബാലാമണി, നബീസ, മേരി, ജോൺസൺ, അന്ന, ത്രേസ്യ, പ്രഭാകരൻ തുടങ്ങി നിരവധി പേരുടെ വീടുകളും കിണറും അപകടാവസ്ഥയിലായി. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതും ഡ്രൈനേജുകൾ മണ്ണിട്ട് മൂടിയതും പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമായി. കർശന നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എനിക്ക് 67 വയസ്സായി. എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു മഴയും ഇങ്ങനത്തെ ഒരു വെള്ളവും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ മൊത്തത്തിൽ മുങ്ങിയിട്ട്. ഇപ്പോൾ കടയുടെ ഉള്ളിൽ വരെ വെള്ളമെത്തി. അതുപോലെ എല്ലാ വീടിൻ്റെ ഉള്ളിലും മേലത്തെ സ്റ്റെപ്പ് വരെ വെള്ളമെത്തി. ഇത് എന്തെങ്കിലും ചെയ്യാണ്ട് ഒരു പ്രതിവിധിയില്ല. 60 വർഷം ഉൾപ്പെട്ട് മുതൽ ഇങ്ങോട്ട് ഇങ്ങനത്തെ ഒരു പേമാരി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വെള്ളത്തിന് റോഡ് മുറിച്ചിട്ട് പഞ്ചായത്ത് മെമ്പർമാരും ആളും വന്നിട്ട് ഇത് മുറിച്ചിട്ട് കടലിലേക്ക് ഈ വെള്ളത്തിനെ വിടുന്നില്ലെങ്കിൽ പുരയിലൊന്നും ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. പക്ഷേ ആ പുരയുള്ളിൽ വരെ വെള്ളമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇനി എന്തെങ്കിലും ഒരു വഴി എടുക്കണം. റോഡ് മുറിക്കാൻ തന്നെ വേണം. നന്നാക്കാത്ത റോഡ് വന്ന് തിരിഞ്ഞു നോക്കാത്ത റോഡ്. നമ്മുടെ മാടായി പഞ്ചായത്ത് വേണ്ടാണ്ടാക്കിയ റോഡായത്. അതുകൊണ്ട്
റോഡ് മുറിച്ചിട്ട് വെള്ളത്തിനെ കടലിലേക്ക് ഭിത്തിൻ്റെ അടിയിലേക്ക് കൂടി വിടണം. വെള്ളം പോവും ഭിത്തിരെ വെള്ളത്തിലേക്ക് കൂടി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ നിന്നും നഗരസഭയിലേക്കും പുതിയ ബസ് സ്റ്റാൻഡിലേക്കും എത്തുന്ന റോഡ് അടച്ചു. വെള്ളം കയറി റോഡ് ഗതാഗതയോഗ്യമല്ലാതായതോടെയാണ് റോഡ് അടച്ചത്. പയ്യന്നൂർ ബൈപ്പാസിൽ നിന്നും നഗരസഭയിലേക്കുള്ള റോഡ് അടച്ചു. റോഡിന് സമീപത്തെ വയലിൽ നിന്നും വെള്ളം കയറി റോഡ് ഗതാഗതയോഗ്യമല്ലാതായതോടെയാണ് റോഡ് അടച്ചത്. റോഡേത്, തോടേത്, വയലേത് എന്ന് തിരിച്ചറിയാനാകാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം ദുരിതമായി മാറി. നഗരസഭയിലേക്കും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കും വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് അടച്ചതോടെ ഈ റോഡ് ഉപയോഗിക്കുന്നവർ ഏറെ ബുദ്ധിമുട്ടിലായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കനത്ത മഴയിൽ കരിവെള്ളൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ഇങ്ങനെ മഴ തുടർന്നാൽ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെടും. കനത്ത മഴയിൽ കരിവെള്ളൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങി. കുണിയൻ, പലിയേരി, പെരളം എന്നിവിടങ്ങളിലൊക്കെ പാടങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. ഈ സമയത്ത് ഇതിങ്ങനെയൊന്നും ആദ്യമാണെന്നാണ് മുതിർന്ന ആളുകൾ പറയുന്നത്. 25 വയസ്സായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ മെയ് മാസത്തിൽ ഇങ്ങനെ വെള്ളം കയറുന്നതാണ്. ഇങ്ങനെ വെള്ളം ഇതുവരെ ഞാൻ കണ്ടില്ല. പ്രാവശ്യം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. നോക്കത്താ ദൂരത്തോളം വെള്ളം കയറി കിടക്കുന്ന കാഴ്ചയാണെങ്ങും. പുഴകളൊക്കെ നിറഞ്ഞു കവിഞ്ഞു. കുണിയൻ വഴി തൃക്കരിപ്പൂരിലേക്ക് പോകുന്ന റോഡിലും നല്ല തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ ഈ വഴിയുള്ള ഗതാഗതവും തടസ്സപ്പെടും. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കനത്ത മഴയെ തുടർന്ന് വണ്ണാത്തിപ്പുഴ കരകവിഞ്ഞു. നിരവധി കൃഷിയിടങ്ങളും സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. കനത്ത മഴയെ തുടർന്ന് വണ്ണാത്തിപ്പുഴ കരകവിഞ്ഞു. പുഴ കരകവിഞ്ഞതോടെ ചന്തപ്പുര കൊക്കോട്ടുവയലിൽ വെള്ളം കയറി. വയൽ മുഴുവൻ വെള്ളത്തിനടിയിലായി. മഴ തുടർന്നാൽ റോഡിന് മുകളിൽ കൂടി വെള്ളമൊഴുകാനും പുഴയുടെ കരയിടിയാനും സാധ്യതയുണ്ട്. പുഴയ്ക്ക് സമീപത്തെ നിരവധി കൃഷിയിടങ്ങളും സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. പുഴയോരത്തുള്ള വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. മഴ ശക്തമായതോടെ പിലാത്തറ മാതമംഗലം റോഡിൽ പുനിയങ്കോടും പരിസരത്തുമുള്ള റോഡുകൾ വെള്ളത്തിലായി. മഴ ശക്തമായാൽ ഇനിയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം പുനിയങ്കോട് ഭാഗത്ത് റോഡിൽ വെള്ളം കയറി. വെള്ളക്കെട്ട് കാരണം ഇതുവഴിയുള്ള വാഹനയാത്ര ഏറെ പ്രയാസകരമായി. മാതമംഗലം വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിന് സമീപത്തും റോഡിൽ വെള്ളം കയറി. മഴ ശക്തമായാൽ ഇനിയും ഇവിടെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കാലവർഷം ശക്തമായതോടെ പയ്യന്നൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ പരവന്തട്ട, കാനായി, മുക്കൂട്, തോട്ടംകടവ്, മീൻകുഴി അണക്കെട്ട്, കവ്വായി പ്രദേശത്തെ 50ലധികം വീടുകളിലാണ് വെള്ളം കയറിയത്. വെള്ളക്കെട്ട് സാരമായി ബാധിച്ചവർ ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട്. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, കൗൺസിലർ ചന്ദ്രമതി T, KM ചന്തുക്കുട്ടി, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അടിയന്തര സാഹചര്യം നേരിടേണ്ട ഘട്ടങ്ങളിൽ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
പയ്യന്നൂർ നഗരസഭ വാർഡ് വിഭജനം പൂർത്തിയായപ്പോൾ 2 വാർഡുകൾ വർദ്ധിച്ചു. നിലവിൽ 44 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 46 വാർഡുകളായി വർദ്ധിച്ചു. പയ്യന്നൂർ നഗരസഭ വാർഡ് വിഭജനം പൂർത്തിയായപ്പോൾ 2 വാർഡുകൾ വർദ്ധിച്ചു. നിലവിൽ 44 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഇത് 46 വാർഡുകളായി വർദ്ധിച്ചു. നേരത്തെ കൗവായ് ദ്വീപ് ഒരു വാർഡായിരുന്നു. ഇപ്പോൾ ദ്വീപിന് പുറത്തുള്ള ഏതാനും ഭാഗങ്ങൾ ചേർത്ത് 2 വാർഡുകളാക്കി മാറ്റി. നിലവിലുള്ള വാർഡുകളുടെ അതിർത്തികളെല്ലാം പുതിയ വാർഡ് നിർണയത്തിൽ മാറിയിട്ടുണ്ട്. ഇരുമുന്നണികളും വാർഡ് വിഭജനം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യാത്രാ ദുരിതത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കോറോം നിവാസികൾ. ആവശ്യത്തിന് ബസ് റൂട്ട് നൽകിക്കൊണ്ടും ഓട്ടോ ഷെയർ സിസ്റ്റം നടത്തിക്കൊണ്ടും യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആവശ്യത്തിന് ബസ് സർവീസ് ഇല്ല. പയ്യന്നൂർ ടൗണിൽ നിന്ന് അന്നൂർ ഭാഗത്തേക്കും കണ്ടങ്കാളി ഭാഗത്തേക്കും ഉള്ളതുപോലെ ഓട്ടോ ഷെയർ സിസ്റ്റം ഇല്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, വെള്ളക്കെട്ട്, അങ്ങനെ എല്ലാം കൊണ്ടും വലിയ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് കോറോം പ്രദേശത്തുള്ളവർ. വലിയ പ്രയാസം ജനങ്ങളാകെ അഭിമുഖീകരിക്കുകയാണ്. ബന്ധപ്പെട്ട ആളുകൾ ഇടപെടുന്നില്ല. നേരത്തെ നെറ്റ്വർക്ക് ചാനൽ പോലും സൂചിപ്പിച്ച കോളാനി പാലം ഇതുവരെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ അതിനെ സമീപിക്കുകയോ ആ വെള്ളക്കെട്ട് നീക്കുവാനോ ഇതുവരെ തയ്യാറായില്ല. പുതിയ ഹൈവേയുടെ പ്രവർത്തനപരമായി ഉണ്ടായ വെള്ളക്കെട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ പൂർണ്ണമായും തകർന്ന റോഡ് ഈ മാസം പ്രവർത്തനത്തിനായി വീണ്ടും ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പമാണ് ഈ മഴയും കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളെല്ലാം അങ്ങോട്ട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ജനങ്ങൾ വലിയ പ്രയാസം നേരിടുന്നു. ഈ റോഡാണ് മാതമംഗലം വരെ എത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ ഏറ്റവും പേരൂർ ഭാഗത്തുള്ള ആളുകൾ, കോറോം, കാളീശ്വരം, ആലക്കാട് ഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം ഉപയോഗിക്കുന്ന ഈ റോഡിന്ന് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നു. വാഹനങ്ങളും എല്ലാവരും പുറംതിരിഞ്ഞു നിൽക്കുന്നു. വാഹന ഗതാഗതം സാധ്യമല്ലാതായിരിക്കുന്നു എന്നതാണ് അടിയന്തരമായി ബന്ധപ്പെട്ട റോഡിന് എത്രയോ വർഷമായി ഉള്ള ആളുകളുടെ ആവശ്യമാണ്. ഈ ആവശ്യങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് കോറോം നിവാസികളെ കടുത്ത ദുരിതത്തിലേക്കാണ് തള്ളിവിടുന്നത്. കോറോം, കാളീശ്വരം ഭാഗത്തുള്ള സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിവസേന ധാരാളം ആളുകളാണ് പയ്യന്നൂരിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നത്. ഈ സമയങ്ങളിൽ ആവശ്യത്തിന് ബസ് സർവീസ് ഇല്ല എന്നതുകൊണ്ട് സ്പെഷ്യൽ ഓട്ടോകളെയാണ് പലരും ആശ്രയിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഓട്ടോ സ്പെഷ്യൽ ചാർജ് നിത്യവും താങ്ങാവുന്നതുമല്ല. മാത്രമല്ല, വെള്ളക്കെട്ടും കുഴികളും നിറഞ്ഞ റോഡിലൂടെ വാഹനങ്ങളുമായി പോകാൻ പലരും മടിക്കുന്നുമുണ്ട്. ആവശ്യത്തിന് ബസ് റൂട്ട് നൽകിക്കൊണ്ടും ഓട്ടോ ഷെയർ സിസ്റ്റം കോറോം ഭാഗത്തേക്കും വരികയും ചെയ്താൽ മാത്രമേ ഈ യാത്രാക്ലേശത്തിന് പരിഹാരമാവുകയുള്ളൂ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് 2 കോടി രൂപ അനുവദിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. ടൗണിന്റെ സമഗ്ര വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായാണ് തുക അനുവദിച്ചത്. പിലാത്തറ ടൗണിന്റെ സമഗ്ര വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 2 കോടി രൂപയാണ് അനുവദിച്ചത്. പിലാത്തറയിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, മാതമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖല, നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവർ പ്രധാനമായും ആശ്രയിക്കുന്ന കേന്ദ്രമാണ് പിലാത്തറ ബസ് സ്റ്റാൻഡും പ്രദേശവും. ദേശീയപാത വികസനത്തോടെ ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെ പരിഹരിക്കുന്നതിനും ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്നതിനുമുള്ള സമഗ്ര പദ്ധതിയാണ് ടൗൺ സൗന്ദര്യവൽക്കരണത്തിലൂടെ വിഭാവനം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി പിലാത്തറ ടൗണിലെ മാതമംഗലം റോഡിലും പഴയങ്ങാടി റോഡ് ഭാഗത്തും ഇന്റർലോക്ക് ചെയ്ത നടപ്പാത നിർമ്മിക്കും. വ്യത്യസ്തങ്ങളായ അലങ്കാര ചെടികൾ കൊണ്ടുള്ള ഗാർഡൻ, ലൈറ്റിംഗ് സംവിധാനം, ഡ്രൈനേജ് സൗകര്യം, ടാറിംഗ് പ്രവൃത്തി ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുകയെന്നും എം വിജിൻ MLA അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാമ്പഴക്കാലമായാൽ പയ്യന്നൂർ ബൈപ്പാസ് റോഡരികിൽ സായി മന്ദിരത്തിന് സമീപത്തെ രാമാലയം എന്ന വീടിന്റെ ഗേറ്റിനടുത്ത് മതിലിനു മുകളിലായി പഴുത്ത മാങ്ങകൾ നിരത്തിവെച്ചിട്ടുണ്ടാകും. റോഡിലൂടെ പോകുന്ന ആർക്കും അളവോ തൂക്കമോ എണ്ണമോ നോക്കാതെ അവയെടുക്കാം. വർഷങ്ങളായി ഇതിങ്ങനെ തുടരുന്നു. റിട്ടയർഡ് അധ്യാപികയായ അമ്മൽ കൈതേരി വീട്ടിൽ ലതയാണ് മാവുകളെ മക്കളെപ്പോലെ സംരക്ഷിക്കുന്നതും നാട്ടുകാർക്കെല്ലാം സൗജന്യമായി മാമ്പഴങ്ങൾ നൽകുന്നതും. कोई बोले हरी हरी
कोई बोले राम राम इदल्ल कोई बोले हरि हरि कोई बोले राम राम कोई बोले दुर्गा काली कोई बोले साई माँ कोई बोले हरि हरि. വചനയും സ്നേഹത്തിൻ്റെ മധുരമൂറുന്ന മാമ്പഴവും ഒക്കെ ആയിട്ട് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ ഒരു വീടുണ്ട്. ഗീത ചേച്ചിയുടെയും അതുപോലെ തന്നെ ലത ചേച്ചിയുടെയും വീടാണത്. ഇവർ മുംബൈയിൽ ജനിച്ച് വളർന്നവരാണ്. പക്ഷേ നാടിനോടും പ്രകൃതിയോടും ഒക്കെ ഇവരുടെ നാടിവിടെയാണ്. വലിയ സ്നേഹം തോന്നുന്നതുകൊണ്ട് മുംബൈയിലുള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് ഒട്ടേറെ മാവകൾ പിടിപ്പിക്കുകയും അതിനെ നോക്കുകയും മക്കളെ പോലെ നോക്കുവാണല്ലേ. അതാണ് എൻ്റെ മക്കള്, അവരാണ് എൻ്റെ മക്കള്. അങ്ങനെ എന്തെങ്കിലും പറ്റുമ്പോൾ എനിക്ക് അപ്പം അറിയും. അത്രയും വിഷമമാണ്. അതിനെ നോക്കുന്നത് മാത്രമല്ല, ഇപ്പം മാമ്പഴക്കാലമാകുമ്പോൾ ഈ മക്കള് നന്നായിട്ട് അമ്മയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്, നല്ല മാമ്പഴങ്ങൾ നൽകാറുണ്ട്. പക്ഷെ അതൊക്കെ കഴിച്ചു തീർക്കാൻ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് തന്നെ അത് വീടിൻ്റെ മതിലിൻ്റെ മുകളിലും ഒക്കെ വെച്ച് നാട്ടുകാർക്ക് മാങ്ങ കിട്ടാത്തവർക്ക് അത് കിട്ടട്ടെ എന്നുള്ള വലിയ മനസ്സൊക്കെയാണ്. എത്ര കാലമായി ഇങ്ങനെ ഈ മാവിനെയൊക്കെ നോക്കി നമ്മുടെ ഈ പയ്യന്നൂർ വന്ന് ഇപ്പം സെറ്റിൽഡ് ആയിട്ട്? 27 കൊല്ലം കഴിഞ്ഞു. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും കൂടുതൽ മാവുകൾ നടേണ്ടി വന്നു അല്ലേ? എവിടെ നിന്നൊക്കെ എടുത്തു? അപ്പോൾ അത് തളിപ്പറമ്പ് അങ്ങോട്ട് എന്നാണ് ആ ഫാം നമ്മളെ പല ഫാമുകളിൽ അവിടെ നിന്നാണ് മെയിനായിട്ട് ഞാൻ കൊണ്ടുവന്നത്. അവരുടെ അടുത്തുനിന്നാണ്. അന്ന് ഞാൻ ബസ് പിടിച്ച് അവിടെ ഒരാളെയും കൂട്ടിയിട്ട് പോവും. അവിടുത്തെ ഒരു പെൺകുട്ടിയുണ്ട്, അവളെയും കൂട്ടിയിട്ട് പോയിട്ട് ഇതെല്ലാം പിടിച്ച് കൊണ്ടുവന്നിട്ട് ഏതെല്ലാം വെച്ചാൽ അതെല്ലാം ഇങ്ങനെ നട്ട് ഇതെല്ലാം എൻ്റെ കൈ കൊണ്ട് തന്നെ നട്ടാണ്. ഈ മുമ്പിലുള്ള ബോംബെയിൽ ഞാൻ കുറച്ച് സ്പോർട്സിൽ അത്യാവശ്യം ആക്റ്റീവായ ആളായിരുന്നു. അങ്ങനെയെല്ലാം ടീച്ചിങ്ങിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെലൻ കിൻഡർ സ്കൂൾ ഫോർ ദ ഡെഫ് ബ്ലൈൻഡ് പറഞ്ഞതിൽ വർക്ക് ചെയ്തിന്. അതെല്ലാം ഒരു എന്താണ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ആ സ്കൂളില് ബിസി ആയിട്ട് നിന്ന ഒരാളാണ്. പിന്നെ നാട്ടിൽ വന്ന് ഇങ്ങനെ പ്രകൃതിയോട് അലിഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ ആരോഗ്യം ഇതാണ് സുഖം നിലനിർത്താൻ പറ്റുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നു, ഒരുപാട് മാവുകൾ നട്ടു, അതിനെ എങ്ങനെ സ്നേഹിച്ചു. അപ്പൊ എവിടെയും മാമ്പഴം കിട്ടാത്ത സമയത്തും ഇവിടെ സുലഭമായിട്ട് മാമ്പഴം കിട്ടുമായിരുന്നു. ഇവിടെ എപ്പം മാമ്പഴം ഉണ്ടാവില്ല. ഈ നാടൻ മാങ്ങയൊക്കെ വിൽപ്പനക്കായിട്ട് ആളുകൾ ചോദിക്കാറുണ്ടല്ലോ, അങ്ങനെ വിറ്റിട്ടേ ഇല്ല. ഇല്ല ഇല്ല. പാട്ടം എടുക്കാൻ ഈ കൊല്ലം കൂടെ ആ സെല്ലം മാങ്ങക്ക് വന്നെന്ന്. ഇപ്പൊ ഇവര് വന്നേരത്തെ ഇവർക്ക് കൊടുത്തതെന്ന് വെച്ചാൽ ഇവര് അതിന് കാർബൈഡ് ഒന്നും പറിക്കാൻ തന്നെ അവിടെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകും നോർമൽ ഫോമിൽ, അത് ഇത്ര നല്ല മാങ്ങ അതിന് കാർബൈഡ് പരത്തി വിൽക്കും. അപ്പൊ ആൾക്കാർ അങ്ങനെ പരിപാടിയും വേണ്ട. അതുകൊണ്ടാണ് അങ്ങനെ ആരെങ്കിലും കഴിച്ചോട്ടെ എന്ന് ഓർത്തിട്ട് വെക്കുന്നത്. അപ്പൊ ആളുകളൊക്കെ വന്ന് അങ്ങനെ എടുക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് തുടങ്ങിയത് അല്ലല്ല, അതിന്റെ മുമ്പേ എപ്പം ഇവിടെ മാങ്ങ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. അപ്പൊ പണ്ട് പക്ഷെ ഇവിടെ മോള്, എൻ്റെ അമ്മമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്ര ബാക്കിയാവൂലായിരിക്കും. ഇപ്പൊ ഞാൻ ഒറ്റക്കല്ലേ, ഇതെല്ലാം തിന്നു തീർക്കാനൊന്നും കഴിയില്ലല്ലോ. ഓരോ ബാഗ് അല്ലെങ്കിൽ ചാക്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബക്കറ്റിലെടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി അവരെ ഓരോ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് മാവൊന്നും ഇല്ല, അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മാങ്ങ ഇത്ര വെറൈറ്റിയും ഇല്ല. പിന്നെ അവിടെ ഹൈസ്കൂളിൻ്റെ മുമ്പിൽ ഒരു ബാലാട്ടിൻ്റെ പീടിയുണ്ട്. അത് ഇപ്പോൾ മോനാണ് നോക്കുന്നത്. അവർക്കെല്ലാം ഈ ഗോമാങ്ങയെല്ലാം ഭയങ്കര പ്രാന്താണ്. അവർക്കെല്ലാം ഞാൻ സാധാരണ ഈ കൊല്ലം ഇത്രയും ചൂടും എനിക്കും കുറച്ച് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്തെല്ലാം പാർസലായിട്ട് ബാഗിൽ ഇങ്ങനെ ബക്കറ്റിൽ ത്രൂ ദിസ് മീഡിയം നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട്. ആൾക്കാർക്ക് വേണമെങ്കിൽ ദേ ക്യാൻ ഓൾവേസ് കം ആൻഡ് സേ വി വോണ്ട് മാംഗോസ്, വി വിൽ ഗിവ് ഇറ്റ്. ഇത് ഓരോരോ വീട്ടിൽ പോയിട്ട് കൊടുക്കാൻ ഇപ്പം ആരോഗ്യമുണ്ട്. അത് തന്നെയാണ് പറയുന്നത്. രാമാലയം എന്ന് പറയുന്ന ഈ ബൈപ്പാസിലുള്ള വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മാമ്പഴക്കാലത്താണ് വരുന്നതെങ്കിൽ മധുരമൂറുന്ന സ്നേഹമൂറുന്ന മാമ്പഴങ്ങൾ നിങ്ങൾക്ക് യഥേഷ്ടം കഴിക്കാനും കൊണ്ടുപോകാനും പറ്റും. അത്രത്തോളം ആളുകൾ കാർബൈഡൊന്നും ഇട്ട മാങ്ങകൾ കഴിച്ച് ആരോഗ്യം കളയരുതെന്നൊക്കെയുള്ള വലിയ തോട്ടാണ്. മാത്രമല്ല മാവിനെ മക്കളെ പോലെ സ്നേഹിക്കുന്നു. ഈ പറമ്പിൽ ആവശ്യമില്ലാതെ കിളച്ചു മറിക്കാൻ പോലും ഇവർ ഇഷ്ടപ്പെടുന്നില്ല. മണ്ണിനെ വേദനിപ്പിക്കേണ്ട, അതുപോലെ അണ്ണാരക്കേണ്ട ഒക്കെ വന്ന് മാമ്പഴം കഴിച്ചതിന് ശേഷമുള്ളത് മതി നമുക്ക് എന്നുള്ള വലിയ തോട്ടൊക്കെയാണ്. നമ്മളത് ഒരുപാട് സ്നേഹത്തോടെയാണ് അത് കേൾക്കുന്നതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര അനുമതി തേടാൻ മുന്നോട്ട് വന്ന കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്
കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പിലാത്രയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കർഷക സംഘം ഏരിയ സെക്രട്ടറി MV രാജീവൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരുടെ ജീവനും കൃഷിക്കും ഭീഷണിയായ വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര അനുമതി തേടാൻ മുന്നോട്ടു വന്ന കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പിലാത്തറയിൽ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷകർക്ക് വേണ്ടി നിരന്തരം ഇടപെടുന്ന സംഘടനയാണ് കേരള കർഷക സംഘം. കർഷക സംഘം ഏരിയ സെക്രട്ടറി MV രാജീവൻ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു. P ദാമോദരൻ, KPV ഗോവിന്ദൻ, K ശശിധരൻ, K മനോജ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. മെയ് 30 CITU സ്ഥാപക ദിനം. പയ്യന്നൂരിൽ വിവിധയിടങ്ങളിൽ സ്ഥാപക ദിനം സമുചിതമായി ആചരിച്ചു. 1970 മെയ് 30 ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ സമര മുന്നണി അവരുടെ സമര സംഘടനയ്ക്ക് CITU എന്ന പേര് നൽകി ട്രേഡ് യൂണിയൻ രൂപീകരിച്ചത്. CITU രൂപീകരണത്തിന്റെ 55ാം സ്ഥാപക ദിനമാണിന്ന്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ വളർച്ചയ്ക്കും ട്രേഡ് യൂണിയനുകളുടെ ഐക്യത്തിനും വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന CITU ഇന്ന് ലക്ഷക്കണക്കിന് സംഘടിത, അസംഘടിത, പരമ്പരാഗത സ്കീം തൊഴിലാളികളുടെയും IT അടക്കം പുതുതലമുറ തൊഴിലാളികളുടെയും സമര പ്രസ്ഥാനമാണ്. പയ്യന്നൂരിലെ വിവിധയിടങ്ങളിൽ പതാക ഉയർത്തുകയും ജൂലൈ 9 ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദി ആഹ്വാനം ചെയ്തിട്ടുള്ള പണിമുടക്കിന്റെ പ്രചരണം നടത്തുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. KSU 68ാം സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. സജിത്ലാൽ മന്ദിരത്തിൽ പതാക ഉയർത്തലും സജിത്ലാൽ സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. KSU സംസ്ഥാന സമിതി അംഗം ആകാശ് ഭാസ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. KSU 68ാം സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. സജിത്ലാൽ മന്ദിരത്തിൽ പതാക ഉയർത്തലും സജിത്ലാൽ സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. KSU സംസ്ഥാന സമിതി അംഗം ആകാശ് ഭാസ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷനൂജ് ചേനലത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോരോം, ജില്ലാ ജനറൽ സെക്രട്ടറി വൈഷ്ണവ് TT, നവനീത് ഷാജി, ചാൾസ് സണ്ണി, അർഷാദ് കവ്വായി, ജാനു വിഭാസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന 8 സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് തലത്തിലെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറും മെട്ടമൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ പ്രധാന അധ്യാപികയുമായ KP ശ്രീജ, ഒളവറ സംഗീത ഗവൺമെന്റ് UP സ്കൂളിലെ PV രാജീവൻ, കൂലേരി ഗവൺമെന്റ് LPയിലെ P രാജശ്രീ, മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലെ VP ഷൗജത്ത, ബീരിച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ AV സദാനന്ദൻ, IT LP സ്കൂളിലെ KV വിമലകുമാരി, വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ VV ശോഭന, ഉടുമ്പുതല ഗവൺമെന്റ് LP സ്കൂളിലെ K പ്രീതി എന്നിവർക്കാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. നമ്മുടെ അധ്യാപകന്മാരെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് എന്താണെന്നറിയില്ല, ആ ബഹുമാനം നമ്മുടെ മനസ്സിനകത്ത് നിന്ന് പൊന്തി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ എൻ്റെ ഇപ്പോൾ ഓർക്കുക, എൻ്റെ ഒരു ഗുരുനാഥൻ്റെ സുബ്രഹ്മ മാസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്കിടെ കാണാൻ പോകാറുണ്ട്. കാരണം ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന ഒരു അധ്യാപകനാണ് സുബ്രഹ്മ മാസ്റ്റർ. അദ്ദേഹം കത്തുന്ന മാളിലാണ് താമസിക്കുന്നത്. പലപ്പോഴും ഞാൻ ആ ഓണത്തിനും അതുപോലെ തിരുനാളുകൾക്കൊക്കെ ആ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണുകയും ആശീർവാദിക്കുകയും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ 5 നേരം നമസ്കാരങ്ങൾ പറയാ തന്റെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥന ചെയ്യുകയാണ്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ E ശശിധരൻ, ഫായിസ് ബീരിച്ചേരി, M ഷൈമ, സാജിദ സഫറുള്ള, KV കാർത്യായനി, KM ഫരീദ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി P അരവിന്ദൻ, ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ, KP ശ്രീജ, C സനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കാർഷിക മേഖലയിലെ സമഗ്ര വികസനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കാർഷിക വികസന നയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി നടത്തുന്ന ക്യാമ്പയിൻ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് വിദഗ്ധർ സംസാരിച്ചു. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന് കീഴിലുള്ള കൃഷി വിജ്ഞാൻ കേന്ദ്രം, ഫിഷറീസ് വകുപ്പ്, കൃഷി, മൃഗസംരക്ഷണം, ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധരും ശാസ്ത്രജ്ഞരും
പങ്കെടുത്ത മുഖാമുഖം പരിപാടിയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെ പരിചയപ്പെടുത്തലും കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. മഴക്കാലപൂർവ്വ കൃഷി തയ്യാറെടുപ്പുകൾ, മഴക്കാല കൃഷി എന്നിവ സംബന്ധിച്ച വിശദമായ ക്ലാസുകൾ വിവിധ വിഷയങ്ങളിൽ എടുത്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിലും തമിഴിലും ആന്ധ്രഭാഷയിലൊക്കെ വരുന്നതെല്ലാം ഒരേ ഭാഷയാണ്, ഹിന്ദിയാണ്. അതിൻ്റെ ചില പ്രശ്നങ്ങളെല്ലാം നടക്കേണ്ട ദേശീയ തലത്തിൽ ചർച്ച നടക്കുന്നു. നമ്മളതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. കണ്ണൂർ കൃഷി വിജ്ഞാൻ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പാർവതി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MD സബിത ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് വിദഗ്ധർ സംസാരിച്ചു. CTCRI അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മുത്തുരാജ് M, ഫിഷറീസ് വിഭാഗം ഡോക്ടർ രമ്യ അഭിജിത്ത്, കൃഷി വിജ്ഞാൻ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മഞ്ജു KP, കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ സൗമ്യ PV, കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K സതീഷ് കുമാർ, കൃഷി ഓഫീസർ ജയരാജൻ നായർ എന്നിവർ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷനും ക്യൂബൻ ഐക്യദാർഢ്യ സദസ്സും നടത്തി. യുവജന കൺവെൻഷൻ DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് പടുവളം EMS മന്ദിരത്തിൽ നടന്ന യുവജന കൺവെൻഷന്റെ ഭാഗമായി നടത്തിയ ക്യൂബൻ ഐക്യദാർഢ്യ സദസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. എന്താണ് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതുകൊണ്ടുള്ള അമേരിക്കയുടെ നേട്ടം എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക ഇന്നു നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ അമേരിക്ക കണ്ടെത്തുന്ന വഴി അവരുടെ കൈകളിലെ ആയുധങ്ങൾ വിറ്റഴിക്കലാണ്. അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന പോലെയല്ല, ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വിറ്റഴിക്കാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലെയല്ല. ആയുധം വിറ്റഴിക്കപ്പെടണമെങ്കിൽ യുദ്ധം ഉണ്ടാകണം, യുദ്ധം സൃഷ്ടിക്കപ്പെടണം. ആ യുദ്ധം സൃഷ്ടിക്കപ്പെടുന്നതിൽ നിർണായകമായ ഇടപെടൽ പലസ്തീനി ജനതയ്ക്ക് മേലുള്ള വേട്ടയാടലിനെ ഇസ്രയേലിനെ സർവ്വ പിന്തുണയും കൊടുത്തുകൊണ്ട് സൈനിസ്റ്റ് ഭീകരതയെ സഹായിക്കുന്നവരായി അമേരിക്കൻ സാമ്രാജ്യത്വം മാറുന്നു. ഉമേഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. K കനേഷ്, KV യദു, P സനൽ, K ബജിത്ത്, CV ശരത്ത്, P വൈശാഖ്, TV ശോഭിത്ത്, P റോജ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി ഏഴോം ബോട്ട് കടവിലെ ഷർമിയ എന്ന യുവതിയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തൃക്കരിപ്പൂരിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് ആപദാമിത്ര വളണ്ടിയർമാരും പൂർണ്ണമായും സേവന സന്നദ്ധരായ വളണ്ടിയർമാരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ചികിത്സാ സഹായം നൽകി. 33,700 രൂപയാണ് ചികിത്സാ സഹായ സമിതിക്ക് കൈമാറിയത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് വോളണ്ടിയറായ തൃക്കരിപ്പൂരിലെ അസ്ലമിന്റെ ഭാര്യയാണ് ചികിത്സയിൽ കഴിയുന്ന 23-കാരിയായ ഷർമിയ. ശസ്ത്രക്രിയയ്ക്കായി 35 ലക്ഷം രൂപയാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ സ്വരൂപിക്കാനായത്. സമിതിയുടെ നിർദ്ദേശത്തിലാണ് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിന് കീഴിൽ വർഷങ്ങളായി സന്നദ്ധ സേവനം നടത്തിവരുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പണം സ്വരൂപിച്ചത്. സേനാംഗങ്ങൾ അവരുടെ വിഹിതവും ചേർത്താണ് ഏഴോത്തു നിന്നെത്തിയ ചികിത്സാ സമിതി ഭാരവാഹികൾക്ക് തുക കൈമാറിയത്. ചടങ്ങിൽ സ്റ്റേഷൻ ഫയർ ഓഫീസർ KV പ്രഭാകരൻ, ഷർമിയ ചികിത്സാ സഹായ സമിതി ചെയർമാനും ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റുമായ P ഗോവിന്ദൻ, ട്രഷറർ M അബ്ദുള്ള, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ KNC ഇബ്രാഹിം, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ കൃപേഷ് എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ CP ബെന്നി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉന്നത വിജയികളെ അനുമോദിച്ചു. പയ്യന്നൂർ MLA TA മധുസൂദനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC, +2, LSS, USS, NMMS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ PTA നേതൃത്വത്തിൽ അനുമോദിച്ചു. ചടങ്ങ് പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ M പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ PV വിനോദ് കുമാർ, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, PTA പ്രസിഡന്റ് TV വിനോദ് കുമാർ, മദർ PTA പ്രസിഡന്റ് സുജിത അനീഷ്, PTA വൈസ് പ്രസിഡന്റ് PP പ്രദീപൻ, EN വീണാദേവി, B ശ്രീജ, PU രമ്യ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ മിഥുൻ മധുസൂദനന്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങളും 2010-12 സയൻസ് ബാച്ചിലെ സഹപാഠികളും ഏർപ്പെടുത്തിയ ഡോക്ടർ മിഥുൻ മെമ്മോറിയൽ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു. +2 സയൻസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന 6 പേർക്കാണ് എല്ലാ വർഷവും ക്യാഷ് അവാർഡും ഉപഹാരവും നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ നഗരസഭയുടെ വിജയത്തുരുത്ത് വൃക്ഷവൽക്കരണ ജനകീയ ക്യാമ്പയിൻ കുട്ടികളിലൂടെ പദ്ധതിയിലേക്ക് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കേളോത്തെ കെ ആവണി 10 ബലവൃക്ഷ തൈകൾ സമ്മാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത തൈകൾ ഏറ്റുവാങ്ങി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പയ്യന്നൂർ നഗരസഭയുടെ വിജയത്തുരുത്ത് വൃക്ഷവൽക്കരണ ജനകീയ ക്യാമ്പയിൻ കുട്ടികളിലൂടെ പദ്ധതിയിലേക്ക് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കേളോത്തെ കെ ആവണി 10 ബലവൃക്ഷ തൈകൾ സമ്മാനിച്ചു. നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ KV ലളിത തൈകൾ ഏറ്റുവാങ്ങി. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, T വിശ്വനാഥൻ, TP സമീറ, VV സജിത, കൗൺസിലർ KU രാധാകൃഷ്ണൻ, സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ശ്രീരാഗ് രമേശ്, ശുചിത്വ മിഷൻ YP ഹൃദ്യമോൾ ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളിൽ നിന്നും LSS USS വിജയികളിൽ നിന്നും ജൂൺ 4-ന് സ്കൂൾ തലങ്ങളിൽ തൈകൾ ശേഖരിക്കും. 4-ന് രാവിലെ 10 മണിക്ക് കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജില്ലാതല തൈകൾ ശേഖരണത്തിന്റെ ഉദ്ഘാടനം നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ഗ്രാമപഞ്ചായത്തിലെ പുതിയങ്ങാടി തീരദേശ മേഖലയിലെ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. മുൻ മന്ത്രി KP നൂർദ്ദീന്റെ ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പുതിയൊരു അധ്യയന വർഷം കൂടി ആഗതമാകുമ്പോൾ പുതിയങ്ങാടി തീരദേശ മേഖലയിലെ നിർധന കുടുംബാംഗങ്ങൾക്ക് താങ്ങായി പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകി അവരെ ചേർത്തുപിടിച്ച വ്യക്തിത്വമായിരുന്നു മുൻ മന്ത്രി KP നൂർദ്ദീൻ. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി വരുന്നു. പുതിയ വളപ്പിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു നിമിഷങ്ങൾക്കുള്ളിൽ ജോയുടെ മഴ പെയ്യൂല്ലേ? എങ്ങനെയുണ്ട്? കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ കോൺഗ്രസിന്റെ നേതാവായിരുന്ന മുൻ മന്ത്രി, ദീർഘകാലം MLA ആയിരുന്ന, ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനായി, KSFBയുടെ ചെയർമാനായി, പയ്യന്നൂർ ടൗൺ ബാങ്കിന്റെ ചെയർമാനായി, ഇരിട്ടി MG കോളേജിന്റെ ചെയർമാനായി, ക്രസന്റ് കോളേജിന്റെ ചെയർമാനായി, അങ്ങനെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ വളരെ സജീവമായി നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കരുത്തായിരുന്ന നൂർദ്ദീൻ സാഹിബ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാണ്ട് 9 വർഷം പൂർത്തിയായിരുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് ചൂട്ടാട് അധ്യക്ഷത വഹിച്ചു. സുധീർ വെങ്ങര അനുസ്മരണ പ്രഭാഷണം നടത്തി. KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം P അബ്ദുൽ ഖാദർ, മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സജി നാരായണൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റീന സുരേഷ്, K സോമൻ, സേവ്യർ K ലിയോ, TJ തിമോത്തി, ജിജേഷ് ചൂട്ടാട് എന്നിവർ പ്രസംഗിച്ചു. പുഷ്പാർച്ചനയും നടന്നു. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സത്സംഗ വേദിയുടെ പ്രതിമാസ പരിപാടികളുടെ ഭാഗമായി മെയ് 31-ന് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആധ്യാത്മിക പ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കെടുതിയിൽ വലഞ്ഞ് ജനങ്ങൾ. പാലക്കോട് വീട്ടിലേക്ക് സമീപത്തെ കുന്നിടിഞ്ഞ് വീണ് വീടിന്റെ ഉൾഭാഗത്ത് കല്ലും മണ്ണും ചെളിവെള്ളവും നിറഞ്ഞ് വീട് ഉപയോഗശൂന്യമായി മാറി. BS ഇബ്രാഹിമിന്റെ വീടാണ് കുന്നിടിഞ്ഞ് വീണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. ശക്തമായ മഴയിൽ വെള്ളം നിറഞ്ഞ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അടിപ്പാത. വെള്ളിയാഴ്ച രാവിലെ മുതൽ നിരവധി വാഹനങ്ങളാണ് വെള്ളക്കെട്ടിൽ തകരാറിലായത്. കനത്ത മഴയിൽ പിലിക്കോട് സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ കെട്ടിട നിർമ്മാണ സ്ഥലത്തേക്ക് ചരൽ മണ്ണിടിഞ്ഞു താഴ്ന്നു. യാത്രാ ദുരിതത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കോറോം നിവാസികൾ. ആവശ്യത്തിന് ബസ് റൂട്ട് നൽകിക്കൊണ്ടും ഓട്ടോ ഷെയർ സിസ്റ്റം നടത്തിക്കൊണ്ടും യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് 2 കോടി രൂപ അനുവദിച്ചതായി M വിജിൻ MLA അറിയിച്ചു. ടൗണിന്റെ സമഗ്ര വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായാണ് തുക അനുവദിച്ചത്. വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര അനുമതി തേടാൻ മുന്നോട്ട് വന്ന കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പിലാത്രയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി.
ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.